നമസ്കാരം. ഞാൻ രാജശേഖർ, PNR ക്ലാസ്സസ്. നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഗുഡ് ഇംഗ്ലീഷ് ഫോർ ബെറ്റർ ലിവിങ്. ഗുഡ് ഇംഗ്ലീഷ് ഫോർ ബെറ്റർ ലിവിങ്. അവിടെ ഒരു ചോദ്യം ഉയർന്നത്, ബെറ്റർ ലിവിങ് ഇംഗ്ലീഷ് ഒരു മസ്റ്റാണോ? ന്യായമായൊരു ചോദ്യം. ബെറ്റർ ലിവിങ്ങിന് ഇംഗ്ലീഷ് ഒരു മസ്റ്റാണോ? ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറയുമ്പോൾ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയതുകൊണ്ട്, യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയതുകൊണ്ട്, അതിനെവിടെയും അക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ട് അതിനതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാൾ പൊതുവെ പലയിടത്തും സ്വീകാര്യനായിരിക്കും. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇംഗ്ലീഷ് ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്നൊരവസ്ഥയൊന്നും ഇല്ല, അത് വേറെ വിഷയം. അപ്പം എന്തായാലും ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന അവസ്ഥയെപ്പറ്റി നമ്മൾ ചിന്തിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ അത് മാറ്റുമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പോസിറ്റീവായിട്ട് ചിന്തിച്ചു പോവാം. അപ്പം നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നോക്കാം. വൈ ഇംഗ്ലീഷ്? വൈ ഇംഗ്ലീഷ്? എന്തുകൊണ്ട് ഇംഗ്ലീഷ്? ഉത്തരം നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് അതിൻ്റെ യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ആൻഡ് വേറൊന്നുള്ളതെന്ന് it is to make ocean of ideas with the help of a few letters. There are only 26 letters in English alphabet, and we can make ocean of ideas. That's its importance. Universal acceptance, ease of making ideas, the ease of learning this language. It is very easy to learn English. Any person who is interested in this matter may learn English very well, very easily. Sometimes with the help of others or self. അപ്പോൾ നമുക്ക് നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ, we know to use English very well, it pays to enrich our potentiality. നമ്മുടെ കഴിവിനേക്ക് അങ്ങോട്ട് മെച്ചപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട പ്രാധാന്യം അതിപ്പം ഏകദേശം മനസ്സിലാക്കുന്നു, അത് നമുക്ക് അറിവുള്ളതുമാണ്. ഇനി എവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പിന്നെന്ത് വേണം? നമുക്ക് ഇംഗ്ലീഷ് അറിയാം, എഴുതാനറിയാം, വായിക്കാനറിയാം, കേട്ടാൽ മനസ്സിലാവും. പക്ഷേ എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. സ്ട്രഗ്ലിംഗ് പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ, ഒരു ജർക്കിംഗ് പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ, റൈറ്റ് വേർഡ്സ് മെ നോട്ട് ബി കമ്മിങ് അറ്റ് ദി റൈറ്റ് ടൈം. വൊക്കാബുലറി ഒരു പ്രശ്നമാണ്. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ നല്ലൊരു വൊക്കാബുലറി ഉണ്ടായിരിക്കണം. വൊക്കാബുലറി ഉണ്ടായിരുന്നാൽ പോലും ഈ റൈറ്റ് വേർഡ്സ് റൈറ്റ് ടൈമിൽ പുറത്തേക്ക് വന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ റൈറ്റ് വേർഡ്സ് ഷുഡ് കം അറ്റ് ദി റൈറ്റ് ടൈം. For that, there should be a vocabulary. Your first step is to improve your vocabulary. Improve one's vocabulary. For that, avoid reading will help you. Reading newspapers, reading periodicals, reading books, English books.
Then a simple step is whenever you get a new word or when you get acquainted with a new word, then put it in black and white. Put it in black and white. എന്ന് പറഞ്ഞാൽ put something in black and white means get it written. അത് എഴുതി വയ്ക്കുക. നമ്മളെ ബ്രെയിനിൽ തന്നെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് once it is fed to our brain, and if it's not repeated or revised within 24 hours, more than 60% of the information will be missing. അങ്ങനെ കുഴപ്പമില്ല. ബ്രെയിൻ ഒരു വണ്ടർഫുൾ സാധനമാണെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. സംഗതി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 24 hours അത് റിവൈസ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ഏതാണ്ട് 60% കൂടുതൽ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ സാറന്മാർ ഈ അന്നന്ന് പഠിക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് വീട്ടിൽ പോയി പഠിക്കണമെന്ന് നിർബന്ധിക്കുന്നത്. അതാണ് എൻ്റെ ഒരു സംഭവം. അപ്പം നല്ല വൊക്കാബുലറി വേണം. ആ വൊക്കാബുലറി അതാ സമയത്ത് പ്രയോഗിക്കാനുള്ളൊരു കഴിവ് വേണം. അത് വൊക്കാബുലറി ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പ്രയോഗിക്കാനുള്ള കഴിവ് എങ്ങനെ ഉണ്ടാക്കും, അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആരും സംസാരിച്ച് മറ്റുള്ളവരുമായി സംസാരിച്ച് പഠിക്കണം. Then whenever you get a new word, put it in black and white and add to your vocabulary or that way enrich your vocabulary. Then whenever you get opportunity, use these new words or newer words into newer ideas and express with others. Then find some 2 or 3 persons who are very much interested in this matter and get in touch with them consistently and sharing ideas with them using English language. Then you will be able to improve your proficiency in English. Then you will become an adept in this energy. Adept means being skilled at or proficient in something. അതിനാണ് നമ്മൾ അഡപ്റ്റ് എന്ന് പറയുന്നത്. അഡപ്റ്റ് ടൈമർ. That means being skilled or proficient. Skilled at or proficient in something, that is adept. Can be becoming adept and using English. Then keep one more thing in mind is that English is a fast-growing language, and always try to speak style English. Style English means style is changing every moment. Yesterday's style will not be today's style. So you should be always updating your style using English. For that, you should always brush up your language, your vocabulary, your skill. That's the case. Then, ചില സിമ്പിളായിട്ടുള്ള ചില പ്രയോഗങ്ങൾ ഞാൻ പറയാം. വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ പവർഫുള്ളായിട്ടും ചില കാര്യങ്ങൾ പറയാം. നമ്മളെപ്പോഴും ഈ വാക്കുകളുടെ അർത്ഥത്തിനപ്പുറം വാച്യാർത്ഥത്തിനപ്പുറം ഉള്ള അർത്ഥതലങ്ങളുള്ള പ്രയോഗങ്ങളുണ്ട്. ഇഡിയംസ്, ഫ്രൈസസ്, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ശീലിക്കുക. രസകരമായിരിക്കും, വളരെ രസകരമായിരിക്കും. അപ്പോൾ ശീലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വി ക്യാൻ മേക്ക് ഇമാജിനറി കോൺവെർസേഷൻസ്. നമ്മൾക്ക് തന്നെത്താരം സംസാരിക്കുക. എന്താ, 2 പേരെ സങ്കല്പിച്ച് നമ്മൾ ഇമാജിനറി കോൺവെർസേഷൻ വയ്ക്കുക. എന്നിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്ന അവസരം കിട്ടുമ്പോൾ അതിനുള്ളൊരു ഇതുണ്ടാക്കുക. ദെൻ മേക്ക് എ ഗ്രൂപ്പ്. ഇപ്പോൾ നല്ലൊരു സമ്പ്രദായമാണല്ലോ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഗ്രൂപ്പ് ഓഫ് persons who are interested in this matter using English. They always make group discussions on a specific subject.
in English only. Remember one thing, that means in that group, if there is a single lazy person, that will collapse. All persons should be, all members should be very much interested in this matter. So, today we'll give us some certain phrases or idioms or idiomatic uses. Very simple. For example, when you meet a person, we have friends. You met a friend after a long time and you invited him to have something with you, coffee, tea, or anything like that. When I invite you, oh, could you please have something with me? Then what is your preference? Which do you prefer? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ചായയാണോ കാപ്പിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയാണ്, ഓ ഐ ആം ഈസി, ഐ ആം ഈസി, ഐ ആം ഈസി. രസകരമായ പ്രയോഗം, ഐ ആം ഈസി. അപ്പം നമ്മളെന്ത് മനസ്സിലാക്കും? ഓ പഴഞ്ഞല്ലോ, നമ്മൾ ചോദിച്ചപ്പോൾ അയാൾ പറയാണ് അയാൾക്ക് എന്താ വേണ്ടെന്നല്ല പറഞ്ഞു. എന്താ പറഞ്ഞേ? ഓ ഐ ആം ഈസി. അപ്പം അതെന്താ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ വഴിയില്ലേ? എന്തോ സംഭവം പറഞ്ഞ എന്താണ്? ഐ ആം ഈസി മീൻസ് എനിക്ക് പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല, നിങ്ങളെന്ത് തരുന്നു അത് ഞാൻ കഴിക്കുക. എനിക്ക് ഭക്ഷണത്തെ സംബന്ധിച്ചോ താമസ സൗകര്യത്തെ സംബന്ധിച്ചോ വസ്ത്രത്തെ സംബന്ധിച്ചോ ഒന്നും പ്രത്യേക ഒരു താല്പര്യമൊന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ. നിങ്ങളെന്ത് തരുന്നു അത് സ്വീകരിക്കും. ചായയെങ്കിൽ ചായ, കാപ്പിയെങ്കിൽ കാപ്പി. മനസ്സിലല്ലേ? അതായത് ഐ ആം ഈസി. സിമ്പിൾ, വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും, നമുക്ക് പ്രയോഗിക്കാവുന്ന. ഐ ആം ഈസി. ഒരു സിംഗിൾ എക്സാമ്പിൾ. അങ്ങനെ ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഒരുപാട് കുറേ നമുക്ക് തരാൻ പറ്റും, കുറേ നമുക്ക് തരാൻ പറ്റും. അത് ഒറ്റയടിക്കത് പറ്റുന്നില്ല, സമയത്തിന് പ്രശ്നമുണ്ട്. അത് അടുത്ത തുടർന്ന് വരുന്ന വീഡിയോസിൽ നമുക്ക് ഷെയർ ചെയ്യാവുന്നേ ഉള്ളൂ. യു ക്യാൻ ആൾസോ ഷെയർ ദോസ് ടൈപ്പ് ഓഫ് phrases or idioms to me also. So I am easy, that means I am not particularly preferring to something. That means no particular preference. Whatever you give, whatever you offer, I'll be happy with that. That's the meaning of I am easy. That is the same word easy. That's another phrase or idiom. Easy on the eye. Easy on the eye. Easy on the eye. Oh, easy on the eye. When you meet a person, the girl is walking along the road. Oh, she's easy on the eye. You know what I mean? കാണാൻ കൊള്ളാവുന്ന, ബ്യൂട്ടിഫുൾ, നയനാനന്ദകരമായ, ആകർഷണീയമായ, സുന്ദരമായ എന്നൊക്കെ. ഈസി ഓൺ ദി ഐ. ഇങ്ങനെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാം, ഇതെല്ലാം എവിടെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു തരുമെന്ന് വിചാരിക്കരുത്. നമ്മളെന്ത് ചെയ്യണം? നമ്മളത് കണ്ടെത്തണം. എവിടെ നിന്ന് കിട്ടും? ബൈ റീഡിങ്. Develop the habit of reading newspapers. Newspapers സ്ഥിരം ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയാൽ you may get so many phrases, idioms, usages. അത് നമുക്കടുത്ത് പ്രയോഗിക്കാനും കഴിയും. പിന്നെ അതുപോലെ നല്ല പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ ഒക്കെ എടുത്ത് വായിച്ചാൽ കിട്ടുക. ആദ്യം അത് നെഗ്ലക്റ്റ് ചെയ്യാതെ, അത് വായിച്ച് തള്ളാതെ, വായിച്ച് കിട്ടിയാൽ ഉടനെ അതെടുത്ത് എഴുതി വെച്ച് പ്രയോഗിച്ച് പഠിച്ച് അതിൽ കൂടുതൽ പ്രാഗൽഭ്യം നേടിയെടുക്കുക വേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയുണ്ടാവും. എല്ലാം നമുക്ക് ആരെങ്കിലും പകർന്നു തരുമെന്ന് കരുതുന്നത് ഒരു
ശരിയായ രീതിയല്ല. നമുക്ക് അതിനൊരു വഴി, നമ്മളൊരു വഴി തുറന്നു കിട്ടിയാൽ ആ വഴിയിൽ പോയിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ കണ്ടെത്തി ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഇന്നത്തെ സ്റ്റൈലിൽ നടത്തി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. അതിൻ്റെ പ്രത്യേകത ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് എ ഗ്ലോബൽ നേച്ചർ, ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഇംഗ്ലണ്ടുകാരൻ്റെ ഭാഷയാണ് ഇംഗ്ലീഷ്. അത് ലോകം മൊത്തം പടർന്നു പിടിച്ചത് അമേരിക്കൻകാരുടെ ഭാഷയായി, ആഫ്രിക്കൻകാരുടെ ഭാഷയായി, അങ്ങനെ ലോകത്തുള്ള പല രാജ്യങ്ങളിലെയും ആൾക്കാരുടെ ഭാഷയായി വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷുണ്ട്, ഇംഗ്ലണ്ടിൻ്റെ ഇംഗ്ലീഷുണ്ട്, അമേരിക്കൻ ഇംഗ്ലീഷുണ്ട്. അതിൽ തന്നെ ഇംഗ്ലണ്ടിൽ തന്നെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഉണ്ട്, മറ്റേ അങ്ങനെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഇന്ത്യൻ ഇംഗ്ലീഷ് തന്നെ ഉണ്ട്, നമ്മുടെ ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം. നമ്മൾ ഇംഗ്ലീഷും മലയാളത്തിലൂടെ കലർത്തി ചില അവതാരം പ്രയോഗിക്കുന്ന അതും ഇംഗ്ലീഷാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ ഗ്ലോബൽ സ്വഭാവം ഉള്ളതുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ പ്രദേശത്തുള്ള ആൾക്കാർ നിരന്തരം ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. പുതിയ വാക്കുകളും ഒക്കെ ഇങ്ങനെ വന്നിട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നൊരു ലാംഗ്വേജ് ആയതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധ, നമ്മളത് ബ്രഷപ്പ് ചെയ്ത് പറയുന്നത് എന്താ, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ നാണം കിട്ടും. ഇപ്പം നമ്മൾ സാധാരണ രണ്ടുപേർ കണ്ടുമുട്ടുമ്പോൾ സാധാരണ കുശലാന്വേഷണം നടത്തും. ചിലപ്പോൾ നമ്മൾ അല്ലെങ്കിൽ എൻ്റെ വാച്ചില്ല, ഞാൻ എന്ത് ചെയ്യും, ഒരാളുടെ സമയം ചോദിക്കുന്ന രീതി എങ്ങനെ മലയാളത്തിലാണ് സമയം എന്തായി, അല്ലെങ്കിൽ നിങ്ങളുടെ വാച്ച് അനുസരിച്ച് ഇപ്പോൾ എത്ര മണിയായി, ചിലരുടെ വാച്ചുകൾ തമ്മിൽ എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൽ ചില പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷനിങ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരിയ വ്യത്യാസം കണ്ടു. വാട്ട്സ് ടൈം നൗ, വാട്ട്സ് ടൈം ബൈ യുവർ വാച്ച്, നിങ്ങളുടെ വാച്ച് എത്ര മണിയായി എന്നൊക്കെ ചോദിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അതിൽ വളരെ രസകരമായ ഒരു രീതി, സമയം ചോദിക്കുന്നതിന് ഒരു രസകരമായ ഒരു വഴിയുണ്ട്. വാട്ട്സ് ടൈം ലൈക്ക് എന്ന് പറയുന്നത് സമയം എന്തോ പോലെ ഇരിക്കുന്നു നമ്മൾ വാക്കിൻ്റെ അർത്ഥം എടുത്തല്ലേ, എന്തുപോലെ എൻ്റെ അർത്ഥം എന്താ, സമയം എന്തായി, വാട്ട്സ് ടൈം ലൈക്ക്, ഇങ്ങനെ കുറേ പറയുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തരത്തിലുള്ള പ്രയോഗങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ബെറ്റർ ലിവിങ്ങിന് ഇംഗ്ലീഷ് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതിലുപരി നിത്യജീവിതത്തിൻ്റെ ഭാഗമായി നമ്മളെവിടെ പോയാലും എവിടെ ചെന്നപ്പെട്ടാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും നേടിയെടുക്കാനും ചില തരത്തിൽ ഈ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ചെറിയ മേൽക്കൈ ഉണ്ടാക്കാനൊക്കെ കഴിയും. നന്നായി ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരെ ജനം ഒന്ന് പരിഗണിക്കും. അത് വസ്തുത തന്നെയാണ്, നമുക്ക് അനുഭവത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇവ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുകയും പുതിയ പദങ്ങൾ, പുതിയ പ്രയോഗങ്ങൾ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും അത് ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് വിദ്യയുടെ ഒരു ഗുണങ്ങളോടല്ലേ, കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും. അതാണ് വിദ്യധൻ മെന്നു നൽകും മരിച്ചാലും വിദ്യധന മഹാധനം എന്ന് പഠിച്ചു. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിനെ പ്രത്യേകം ഷെയർ ചെയ്യുമ്പോൾ കൂടും, അതിൻ്റെ പവർ കൂടും. അതാണ് ഇതിൻ്റെ അറിവിൻ്റെ പ്രത്യേകത. ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ ഷെയർ ചെയ്യുമ്പോൾ അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ പുതിയ ആശയങ്ങൾ നമുക്ക് ഇങ്ങോട്ടും കിട്ടും. അങ്ങനെ ഷെയർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയാൽ നമ്മുടെ ഭാഷ പ്രാവീണ്യം, പ്രൊഫിഷ്യൻസി ലാംഗ്വേജ് അത് മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയും. അത് നാളെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ബെറ്റർ ലിവിങ്, അതാണ് ബെറ്റർ ലിവിങ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ, അതാണ് ബെറ്റർ ലിവിങ്. ബെറ്റർ ലിവിങ്ങിന് നമുക്ക് ഇത് ഗുണം ചെയ്യും. ഇറ്റ് പേസ് ടു എൻറിച്ച് യുവർ പൊട്ടൻഷ്യൽ. ഇറ്റ് പേസ് എന്ന് പറയും. ഇറ്റ് പേസ് എന്ന് പറഞ്ഞാൽ പേ എന്ന് പറഞ്ഞാലും നമ്മൾ സാധാരണ കൊടുക്കുക, ബില്ല് പേ ചെയ്യുക എന്നൊക്കെ അല്ലേ. ഇറ്റ് പേസ് എന്നൊരു പ്രയോഗമുണ്ട്. ഇറ്റ് പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്,
ഇറ്റ് ബി യൂസ്ഫുൾ. അത് ഗുണം ചെയ്യുമെന്നാണ് മലയാളത്തിൽ പറയുന്നത്. അത് ഗുണം ചെയ്യും. ഇറ്റ് പേസ് ടു എൻറിച്ച് യുവർ പൊട്ടൻഷ്യാലിറ്റി. ഓക്കെ. അപ്പോൾ നമുക്കിനി ഇതുപോലെയുള്ള കാര്യങ്ങളുമായി കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ, പ്രയോജനപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ അത് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലെ മറ്റ് ഫ്രണ്ട് സർക്കിളുകളിൽ മാക്സിമം എത്തിച്ച് കൂടുതൽ റീച്ച് ഉണ്ടാക്കി ഈ ചാനലിൻ്റെ വിജയത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Wish you all have happy days ahead. Okay.